വിവാദങ്ങൾക്കിടെ നയൻതാരയുടെ വിവാഹ ഡോക്യുമെൻ്ററി നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ പുറത്തിറങ്ങി. നയൻതാരയുടെ പിറന്നാൾ ദിനമായി ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ഡോക്യുമെൻ്ററി പുറത്തിറങ്ങിയത്. നടൻ നിർമ്മാതാവുമായ ധനുഷിൻ്റെ വക്കീൽ നോട്ടീസ് വകവയ്ക്കാതെ നാനും റൗഡിദാൻ എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ നിന്നെടുത്ത ദൃശ്യങ്ങളും ഡോക്യുമെൻ്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 സെക്കൻഡാണ് ഈ ഉൾപ്പെടുത്തിയ ദൃശ്യത്തിൻ്റെ ദൈർഘ്യം. വിവാദങ്ങൾക്കിടെ നെറ്റ്ഫ്ലിക്സിലൂടെ നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ പുറത്തിറങ്ങുമ്പോൾ എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഒരു ചോദ്യം: ധനുഷ് നിർമ്മിച്ച നാനും റൗഡിദ എന്ന ചിത്രത്തിന്റെ ഭാഗങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉണ്ടാകുമോ? ധനുഷിന്റെ വക്കീൽ നോട്ടീസ് വകവയ്ക്കാതെ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ചെടുത്ത ദൃശ്യങ്ങൾ നയൻതാര ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തി. നയൻതാരയും ചിത്രത്തിന്റെ സംവിധായകനായിരുന്ന വിഘ്നേഷും തമ്മിൽ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിഘ്നേഷും നയൻതാരയുമായി അടുപ്പത്തിലായത് നാനും റൗഡിദയുടെ ചിത്രീകരണത്തിനിടയിലാണ്. ഇത് സൂചിപ്പിക്കുന്ന ഭാഗത്താണ് ലൊക്കേഷനിലെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. വിഘ്നേഷ് മറ്റു ചില ആർട്ടിസ്റ്റുകളോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളും ഡോക്യുമെന്ററിയിലുണ്ട്. ചിത്രത്തിന്റെയോ സെറ്റിലെയോ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്താൻ പാടില്ലെന്നായിരുന്നു ധനുഷിന്റെ വക്കീൽ നോട്ടീസിലെ ആവശ്യം. പിന്നാലെ നയൻതാര ധനുഷിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഇരുപക്ഷവും പിടിച്ച് സഹതാരങ്ങളും ആരാധകരും സോഷ്യൽ മീഡിയയിലും കളം പിടിച്ചു. ഡോക്യുമെന്ററി പുറത്തിറങ്ങിയതിനു പിന്നാലെയും ഇരുഭാഗങ്ങളും തമ്മിലുള്ള പോര് രൂക്ഷമാവുകയാണ്. 24 ചെന്നൈ.